ഋഷി ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം. ഈ പഞ്ചഭൂതങ്ങൾ കേട്ടിട്ടില്ലേ? പൃഥ്വി, അഗ്നി, വായു, ജലം, ആകാശം. ഈ പഞ്ചഭൂത ലിംഗങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ജല ആപ ലിംഗം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗത്തിൻ്റെ അടുത്തായിട്ടാണ്, എന്നുവെച്ചാൽ ട്രിച്ചിയിൽ. ആ ദിവ്യക്ഷേത്രത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോണത്. ഈ കഥയിൽ ഒരു ചിലന്തിയും ഒരു ആനയാണ് കേട്ടോ. അപ്പോൾ ഒരു കൊടുങ്കാടാണ്. ആ കൊടുങ്കാട്ടിൽ ഒരു ശിവലിംഗം ഉണ്ട് സ്വയംഭൂവായിട്ട്. അപ്പോൾ ഈ ആനയും ഈ ചിലന്തിയും ഈ സ്വയംഭൂലിംഗത്തിനെ പൂജിക്കുകയാണ്. ആന എന്ത് ചെയ്യുന്ന വെച്ചാൽ ദിവസവും കാവേരി വെള്ളം കൊണ്ടുവന്നിട്ട് തുമ്പിക്കൈയിൽ കൊണ്ടുവന്നിട്ട് ഈ ശിവലിംഗത്തിൻ്റെ മീതെ അഭിഷേകം ചെയ്ത് കുറച്ച് പൂവൊക്കെ ഇലയൊക്കെ ഇട്ട് അർച്ചന ചെയ്തിട്ട് പൂജിക്കും. പക്ഷേ ഈ ചിലന്തി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭഗവാന്റെ മീതെ ഒന്നും വീഴരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൈഡറിൻ്റെ വെബ് തിക്കായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഇലയൊന്നും വീഴാണ്ട് നോക്കും. അപ്പോൾ അടുത്ത ദിവസം കാലത്ത് വന്ന് ആന നോക്കുമ്പോൾ അവിടെ ഈ സ്പൈഡർ വെബ്. അപ്പോൾ വേഗം കുറേ വെള്ളം ഒഴിച്ച് അത് കളയും. ആൻഡ് അടുത്ത ദിവസം ഈ ചിലന്തി വന്ന് നോക്കുമ്പോൾ ഭഗവാന്റെ മീതെയുള്ള പ്രൊട്ടക്റ്റീവ് കവറാക്കി വെച്ചിരുന്ന ആ സ്പൈഡർ വെബ് കാണാനില്ല. അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കും. അപ്പോൾ ദിവസവും ഇവർ രണ്ടുപേരും തമ്മിൽ അടിയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ചിലന്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ആന ഒരു ദിവസം വരുമ്പോൾ ഉണ്ടല്ലോ തുമ്പിക്കൈൻ്റെ അകത്ത് കയറിയിട്ട് ഒറ്റ കടി കടിക്കും. ഈ ആന മരണപ്പെടും, പക്ഷേ മോക്ഷം കിട്ടും. ചിലന്തിക്ക് മോക്ഷം കിട്ടില്ല. ചിലന്തിക്ക് ഒരു ജന്മം കൂടി ഭഗവാൻ കൊടുക്കും. എന്ന് വെച്ചാൽ ചെയ്തത് തെറ്റാണല്ലോ. ആ ചിലന്തി ജനിക്കുന്നത് ഒരു ചോള രാജാവായിട്ടാണ്. ആൻഡ് ദിസ് ചോള രാജ ഇസ് വെരി അവെയർ. ഓർമ്മയുണ്ട് പോയ ജന്മം നടന്ന കാര്യങ്ങളൊക്കെ. ഈ ചോള രാജാവ് 70 ക്ഷേത്രങ്ങൾ പണിയും. അതിൽ പോയ ജന്മത്തിൽ പൂജിച്ച കടുങ്കാട്ടിലുള്ള ശിവലിംഗം വന്നിട്ട് ജംബുകേശ്വര ക്ഷേത്രമായിട്ട് പണിയാൻ തീരുമാനിക്കും. ഈ ചിലന്തി എന്ത് ചെയ്യുന്നറിയോ? ഈ ചോള രാജാവ് ആ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. ഒരു ആനക്കുട്ടിക്ക് പോലും കയറാൻ പറ്റാത്ത അളവിൽ ചെറിയൊരു ഗർഭഗൃഹം. ഇതാണ് ജംബുകേശ്വര ക്ഷേത്രത്തിൻ്റെ സ്ഥലപുരാണം. നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിന് ജംബുകേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാലും ഈ ക്ഷേത്രത്തിന് തമിഴ്നാട്ടിൽ പറയുന്നത് തിരുയാനൈ കോയിൽ എന്നാണ്. ബിക്കോസ് ആനയാണല്ലോ അവിടെ പൂജിച്ചത്. അപ്പോൾ ജംബുകേശ്വരത്തെ മിസ്സസിൻ്റെ പേര് അഖിലാണ്ടേശ്വരി. അഖിലാണ്ടേശ്വരിയുടെ കാതിലാണ് ഫേമസ് ആയിട്ടുള്ള താടങ്കം ഉള്ളത്. ഒരെണ്ണത്തിൽ വന്നിട്ട് ശ്രീചക്രവും മറ്റേതിൽ വന്നിട്ട് ശിവചക്രവുമാണ്. ഞാനും ഹരീഷും ഈ ക്ഷേത്രത്തിൽ ജാനുവരി 2023 പോയത്. ഉച്ചപൂജ കാണാൻ പറ്റിയില്ല. ഉച്ചപൂജയ്ക്ക് മേൽശാത്തി സാരി ഉടുത്തി അഖിലാണ്ടേശ്വരി ആയിട്ടാണ് ജംബുകേശ്വരരെ പൂജിക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജംബുകേശ്വരൻ്റെയും അഖിലാണ്ടേശ്വരിയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഋഷി ഗുരുഭ്യോ നമഃ. എറണാകുളത്തപ്പ ശരണം.